എല്ലാവർക്കും പുതിയൊരു വീട്ടിൽ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പൂപ്പൊലിയാണ് കേട്ടോ കൊണ്ടിരുന്നത്. അപ്പോൾ പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ഉണ്ടാവില്ലേ, കുറേ പേര് ഈ വീഡിയോ പൂപ്പൊലി കാണാൻ വരാത്തവരുണ്ടാവും. അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മളങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തി. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് പോവാം ഉള്ളിലോട്ട്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് 70 രൂപയുടെ ടിക്കറ്റ്. നമുക്കിനി ഉള്ളിലോട്ട് കയറാം. ഇവിടെ കുറേ പിള്ളേരുണ്ടല്ലേ കയറാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഉള്ളിലേക്ക് പോവാ. ഫസ്റ്റ് തന്നെ പൂക്കളുടെ വർണ്ണമാണ് കേട്ടോ ഇവിടെ, കണ്ടില്ലേ? കുറേ പേരിവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്ത് മനോഹരമായ പൂക്കളല്ലേ. ഇപ്പുറ സൈഡിലുണ്ട് കേട്ടോ. ഈ സൈഡിലൊക്കെ ഒരുപാട് പൂക്കളുണ്ടല്ലേ. എന്ത് മനോഹരമായ പൂക്കളല്ലേ. ഏതാ പൂക്കൾ? ജമന്തിയാന്ന് തോന്നുന്നു. ജമന്തിൻ്റെ വൈറ്റ്. നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്. ഇവിടെ തന്നെ ഒരു ഹാർട്ട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ കയറിനടുത്ത് തന്നെ. ആ സിംഹത്തിൻ്റെ ഒരു ഫോട്ടോ. ഇതൊക്കെ എന്താ പോകുന്ന എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും ഹാർട്ട് എന്ത് മനോഹരമായിട്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കിയേ. നമ്മൾ ഞാൻ കുറച്ച് ഉള്ളിലേക്ക് വന്നു. ഇവിടെ കണ്ടില്ലേ എന്തോരം സൈസ് പൂക്കളാല്ലേ. അവിടേക്കൊക്കെ നോക്കിയേ, എന്താ ഭംഗി കാണാൻ. ഈ സൈഡിൽ കേട്ടോ ഇതാണ്ടോ. ഇവിടെ ഒരു ഹാർട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടില്ലേ ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ അവിടേക്ക് അലോഡല്ലാന്ന് തോന്നുന്നു. നമുക്ക് ഉള്ളിലേക്ക് പോവാ. എന്തോരം പൂക്കളാല്ലേ. പൂക്കളും കൊണ്ടൊരു വർണ്ണ വിസ്മയം. ഇപ്പം ഇവിടെ വരാത്തവരൊക്കെ ഇനിയും വരണം കേട്ടോ. ഒരുപാട് പൂക്കൾ കാണാം. ഇപ്പോഴും കുറേ പേര് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ? ഇതെന്ത് ചെടിയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പുറ സൈഡിൽ കണ്ടില്ലേ എന്ത് രസാ പൂക്കൾ കാണാൻ. നമ്മുടെ
അതിൽ ഇപ്പുറ സൈഡിൽ സൂര്യാന്തി പൂക്കളാണ് കേട്ടോ, കണ്ടോ. പിന്നെ ഇവിടെയുണ്ട് ഈ സൂര്യാന്തി പൂക്കൾ കണ്ടില്ലേ. നമ്മൾ കുറച്ച് മുന്നിലോട്ട് പോവാ. ഇവിടെ അടിപൊളി പാട്ടൊക്കെ കേട്ടോ, നല്ല നല്ല പാട്ടുകൾ. ഇവിടെ തന്നെ അങ്ങോട്ടുണ്ടല്ല. ഇതെന്തത് പെരുമ്പാമ്പാന്ന് തോന്നുന്നു. പെരുമ്പാമ്പിനൊരു ഫോട്ടോ ചിത്രം കണ്ടില്ലേ, ഞാൻ കണ്ടോ പേടിച്ചു പോയിട്ട് സത്യം പറഞ്ഞാൽ. ഒറിജിനൽ പാമ്പിരിക്കുന്ന പോലെ ഉണ്ടല്ലേ. നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് കയറാം. ഇവിടെ കുറച്ച് ഒരു ഐസ്ക്രീം കഴിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഐസ്ക്രീം കടയാണ് കേട്ടോ ഇവിടുത്തെ. ഇവിടെയൊക്കെ ഇപ്പം ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. എന്തോരം പൂക്കള, മനോഹരമായ കാഴ്ചകൾ. ഇതെന്ത് ചെടിയാണാവോ, പന്ത് പോലെ ഉണ്ടല്ലേ. ഇവിടെ ഇതുപോലെ കയറി നിൽക്കാനൊക്കെ ഷെഡൊക്കെ ഉണ്ടാക്കിയാണല്ലേ. ഈ സൈഡിൽ കണ്ടോ വെറൈറ്റി പൂക്കൾ. നീല, അതിൻ്റെ റെഡ്. ആ സൈഡ് കണ്ടോ. പൂക്കളും കൊണ്ടൊരു വർണ്ണ വിസ്മയാണ് കേട്ടോ ഇവിടെ തീർത്തിരിക്കുന്നവർ. ഇതൊക്കെ എന്ത് ചെടിയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇത് പിന്നെ നമ്മുടെ കടലാസ് പൂവിൻ്റെ ഒരു മോഡലുള്ള ചെടി, ഈ ചെടി. ഇവിടെ കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. മാൻ്റെ ചിത്രം, മാൻ്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കണ്ടോ. പിന്നെ ഇവിടെ ചിത്രശലഭം. ഇവിടെ നമ്മുടെ ഔക്കാടിൻ്റെ ഒരു ഇതുണ്ടാക്കി വെച്ചിരുന്നുണ്ട്, രൂപം. ഇവിടെ തന്നെ ചെറിയൊരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, കണ്ടോ. അതിൻ്റെ ചുറ്റുമൊക്കെ പൂക്കൾ നിർമ്മിച്ചത്. അത് അരയന്നം കണ്ടോ, നടുക്ക് തന്നെ അരയന്നം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇന്ന് സോളാറാണ് കേട്ടത്. ഈ ചെടിക്ക് ബുഷ്, നമ്മുടെ ബുഷ് സൈഡിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതെന്ത് ചെടിയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇന്ന് വെയിലിത്തിരി കുറവുണ്ട്, തണുപ്പാണ്. ഇനിയും വരാത്തവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം കേട്ടോ. അടിപൊളി കാഴ്ചയാണ് ഇവിടെ മൊത്തം കേട്ടോ. അവിടെ കുറച്ച് പേര് അതിൻ്റെ മേലെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് മറ്റേ ഈ പൂവിൻ്റെ പേരെന്തായിരുന്നു? ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി പൂക്കളാണ് കേട്ടോ. ഇതാ വൈറ്റ്, റെഡ്. എന്ത് ഭംഗി. അവിടേക്കൊക്കെ ഒരുപാട് ഹാർട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഇവിടെ ഉണ്ടിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്താ ഒരു ഭംഗിയല്ലേ കാണാൻ. അവിടുന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ പൂവിന് ഒരുപാട് കളർ വരുന്നുണ്ടല്ലോ. അത് വൈറ്റ് വരുന്നുണ്ട്, നീല വരുന്നുണ്ട് തോന്നുന്നില്ല ഇതിൻ്റെ.
നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഞാനതങ്ങനെ അടുത്തായി കാണിച്ചു തരാം. ആ എന്താ ഭംഗിയില്ലേ നോക്കിയേ. പൂപ്പൊലി 2026. ഇവിടുത്തെ ചെറിയ പുല്ലൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് ഇതുണ്ടോ, ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. ഒരുപാട് പേര് ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ. ഓ, ഒരു രക്ഷയില്ലാത്ത പൂക്കളാണ് കേട്ടോ ഇവിടെ മൊത്തം. ഇവിടെ കുറെ മാല ബൾബൊക്കെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ടോ. ഇതെന്തോ ഒരു ചെടിയാണ് കേട്ടോ. ഇവിടെ രണ്ടുപേര് സംസാരിക്കുന്നുണ്ട്. ഇതിവിടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയാന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴുള്ള കാഴ്ചകളാണ് ഇത് മൊത്തം. ട്രീയിലൊക്കെ നോക്കിയേ, ലൈറ്റൊക്കെ വെച്ചിട്ട് മാല ബൾബ്. ഈ മരത്തിൽ കണ്ടോ ഒരുപാട് ഹാർട്ടൊക്കെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെയാണ് ഹാർട്ട്. ഇവിടെ ഒരു കരടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ ഭംഗി കരടീനെ കാണാൻ, സൂപ്പറായിട്ടുണ്ട്. ഇതുണ്ടോ കരടി. കണ്ണൊക്കെ നോക്ക്. അപ്പം അവിടെ നിന്നൊക്കെ ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ പൂവിനൊക്കെ എന്തോ ഒരു പേര് പറയാമെന്ന് എനിക്ക് അറിയില്ല പേര്. അവിടെ വെള്ളം ഓഫാക്കിയെന്ന് തോന്നുന്നു. ഇത്ര നേരം വെള്ളം ഇങ്ങനെ പൊന്തുന്നുണ്ടായിരുന്നു. പിന്നെ അല്ലേ തോണിയും കൊണ്ടൊക്കെ, തോണിയിൽ പൂക്കൾ. ഇതാ തോണി. ഹായ്, എന്താ ഭംഗിയില്ലേ തോണി. നീല കളറ്, പച്ച കളറ്. ആ തോണി പോവാൻ തോന്നുന്നു, അറിയില്ല. വെള്ളം ചാടുന്ന നോക്കി എന്താ ഭംഗിന്ന്. അമ്പ അടിപൊളി വിഷ്വൽസ് ഇല്ലേ. പിന്നെ ചെറിയ മഴക്കാറുണ്ട് കേട്ടോ. ഇപ്പുറ സൈഡിൽ നോക്കിയോ, വെറൈറ്റി. വൈറ്റ് റെഡ് ഒക്കെ ഒരു ഹാർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പൂവിന് എന്തൊരു പേര് പറയാം, എനിക്ക് അങ്ങനെ പേരറിഞ്ഞുകൂടാ കേട്ടോ പൂക്കളെ. അതാണേ അതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ കാട്ടിപ്പോത്തിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാട്ടിപ്പോത്ത് എന്താ ഭംഗിയില്ലേ കാട്ടിപ്പോത്തിനെ കാണാൻ. ഇത് കണ്ടോ, ഇത് എന്താ മയിലാന്ന് തോന്നുന്നു. വാവ്, അവിടേക്ക് കാണാൻ എന്താ രസമല്ലേ. അവിടേക്ക് ഒരുപാട് ഫോട്ടോ എടുക്കുന്നുണ്ട് കുറേ പേര്. ഇത് ചെസ്സാന്ന് തോന്നുന്നു, ചെസ്സ്. ഇതൊക്കെ എന്തോ ഒരു വെറൈറ്റി പൂക്കളാന്ന് തോന്നുന്നതാ കണ്ടോ. പിന്നെ അവിടെ വയലിൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വയലിൻ അല്ലേ. പിന്നെ കടുവ. ഇവിടെ പൂപ്പൊലിന്ന് മറ്റേ ബുഷും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന നോക്കിയേ. പിന്നെ അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടേക്കൊക്കെ. ഇതെന്തോ സ്റ്റാറാന്ന് തോന്നുന്നു ഉണ്ടാക്കിയിരിക്കുന്നത്. കുറെ കല്ലും കൂട്ടത്തിൽ കണ്ടില്ല, അവിടെ വെള്ളം ചാടുന്ന സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടേക്ക് ഇപ്പോഴാണ് കേട്ടോ കല്ല് പതിച്ചത്. പണ്ടൊക്കെ ഇവിടെ ഫുള്ള് മണ്ണായിരുന്നു, പൊടിമണ്ണ് പണ്ടൊക്കെ ഞാൻ വരുമ്പോൾ. അപ്പോൾ ഇതൊരു അടിപൊളി പൂക്കളാണല്ലോ.
ഇവിടെ ഒരു ഐസ്ക്രീം സ്റ്റാളൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ? അതുപോലെ അവിടെ ഇത് മറ്റേ നമ്മുടെ കുന്തിരിക്കത്തിൻ്റെ നല്ല തണലാണ് കേട്ടോ, വെയിലൊക്കെ പോയി. ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഒരുപാട് വെറൈറ്റി പൂക്കളുണ്ട് ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് ഇവര്. ഇതുണ്ടോ, അല്ല ഇപ്പുറ സൈഡിൽ കണ്ടില്ലേ? കുറേ പേരവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ ഒരു കുളമുണ്ട് കണ്ടില്ലേ? അതിൽ നീർക്കാക്കേനെ കാണിച്ചു തരാം. കണ്ടോ, നീർക്കാക്കയാണ് കേട്ടോ അത്. ഇവിടെ വരെ കല്ല് പതിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് പേര് ഇപ്പോഴും വന്നുകൊണ്ട് നിൽക്കുകയാണേ. ഇത് ഒട്ടകപ്പക്ഷീൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ ഭംഗിയില്ലേ! ഒട്ടകപ്പക്ഷി അല്ല, മയിലല്ലേ? മയിലാണ് ഇട്ടത്, ഒട്ടകപ്പക്ഷി അല്ല, സോറി, മയിലിൻ്റെ വലിയൊരു രൂപം. ഇങ്ങോട്ടേക്ക് മയിലിനുണ്ടാക്കിയിരിക്കുന്ന നോക്കിയേ, മയിലിൻ്റെ വാലാണ് ഇട്ടത്. മയിൽ വിരിച്ച് നിൽക്കുന്ന ഒരു രൂപമാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടേക്ക് കണ്ടോ? പിന്നെ നല്ല പാട്ട് കേൾക്കുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ നോക്കിയേ. ഇതെന്തോ ഒരു ചെടിയാണ് കേട്ടോ, ഇതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. വാവ്, നമുക്ക് ഈ വഴീനെ എങ്ങനെ അങ്ങനെ കയറി പോയി നോക്കി നോക്കാം. ഇവിടെയും കുറേ പൂക്കൾ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, അവിടെ കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ, പൂക്കളൊക്കെ. ഞാൻ അവിടെ വരെ പോയല്ലോ കേട്ടോ, ആ വഴി അവിടെ വരെ ഉള്ളൂ. പിന്നെ ആ മേലേക്ക് തന്നെ നമുക്ക് ഇവിടേക്ക് ഒന്ന് കയറാം. ഇവിടെ കുറേ പേര് റെസ്റ്റ് എടുക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരുപാട് പേര് ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ മാലപ്പളമൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഇവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഈ പ്രാവശ്യം ഊഞ്ഞാലില്ലാന്ന് തോന്നുന്നു. ഇവിടെയായിട്ട് ഉണ്ടില്ലേ, ഏതാ ഊഞ്ഞാലുണ്ട് കേട്ടോ. ഊഞ്ഞാലുണ്ട് അവിടെ കെട്ടി വെച്ചേക്കാണ്. നൈറ്റ് വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ, ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെ കണ്ടോ, അവിടെ കുറച്ച് വെള്ളം വീഴുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമുക്ക് അവിടേക്ക് പോവാ. ഇവിടെ ഒരുപാട് കടകൾ വരുന്നുണ്ട്, കണ്ടില്ലേ? പാറ, വെള്ളം വീഴുന്ന കണ്ടില്ലേ? ഇത് മറ്റേ കടലാസ് പൂവാണ്. ശ്രദ്ധിക്കുക, പൂപ്പള്ളി നഗരി ക്യാമറ നിരീക്ഷണത്തിലാണ്. പൂക്കൾ തൊടുന്നതും വെള്ളം വീഴുന്നതാണ് എന്താ രസമല്ലേ? ഇരിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴ ഈടാക്കുന്നതായിരിക്കും. സന്ദർശകർ ദയവായി സഹകരിക്കുക. വാവ്, എന്താ ഭംഗി ഈ പൂക്കളെ കാണാൻ അല്ലേ? ഇവിടെ ഒരു പ്രതിമയുണ്ട് കേട്ടോ, അതല്ലേ? എന്താ ഭംഗി പ്രതിമ! ഇതാരാണാവോ? ആദിവാസി സ്ത്രീയാണ്. ആദിവാസി സ്ത്രീയാണത്? ആദിവാസി സ്ത്രീയാന്ന് തോന്നുന്നു കേട്ടോ. കണ്ടില്ല, മുടിഞ്ഞാരി
ആ മുടിനാരെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. ആ സൈഡിൽ നിന്ന് എടുക്കണം, എന്നാലേ ക്ലിയർ കിട്ടും. വേറൊന്ന് അതിൽ പറയാൻ തൂക്കിയിട്ടിട്ടുണ്ട്. ആ എന്തൊക്കെ ഇങ്ങനെ പിന്നെ കുറെ പിള്ളേര് കണ്ടില്ലേ അത് കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. ചന്ദനക്കിണ്ണം പറഞ്ഞ പാട്ടൊക്കെയാണ് കേൾക്കുന്നത് നമ്മള്. ഈ പൂവിന്റെ നീലയും ചെറിയ റെഡ് പോലത്തെ കളറുള്ള പൂക്കളാണ് ഇവിടെ ഫുള്ള് നട്ടുപിടിപ്പിച്ചേക്കുന്നത്. ഓ ഇവിടെ ഫുള്ള് പാട്ടാണേ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം. ഇവിടെ കുറേ കാണാനുണ്ട്. ഇവിടെ സ്റ്റാള് വരുന്നുണ്ട് കേട്ടോ. ആഹാ അടിപൊളി. ഒരു നീല ടാങ്ക് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ. പിന്നെ ഇവിടെ കുറേ പിള്ളേർ കേട്ടോ ഗെയിംസ് കളിക്കുന്നുണ്ട്. ഇതുണ്ടോ ഈ പ്രാവശ്യം കുറച്ച് വെറൈറ്റി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇവര്. അതിലെ കയറും, ഇതിലെ ഓർന്നിറങ്ങും. പിന്നെ അവിടെ കുറേ ഇരിക്കാനുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മക്കൾ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നാൻ തോന്നുന്നുണ്ട് പിള്ളേരെ. ഇതാ ഇവിടെ ഒരു കൊച്ചു അല്ലേ. ഹായ്, എന്താ കുഞ്ഞാവിൻ്റെ പേര്? നിഷാദ്. എവിടെ പഠിക്കുന്നത്? കുപ്പാടി സ്കൂളിലാ? ശരി എന്നാ. ഇവിടെ ഒരു കൊച്ച് ആടി കളിക്കുന്നു. ഹലോ, നല്ല കളിയിലാണല്ലോ അല്ലേ? എപ്പോൾ വന്നതാ? രാവിലെ വന്നതാ. പിന്നെ ഇവിടെ ഏതാ ഒരു കൊച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി വരുന്നുണ്ട്. ഊർന്ന് കളിക്കുന്നതാണ്. നമ്മളെ പണ്ടത്തെ തീവണ്ടി പാട്ടുകാരന് വോയിസ് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല നിങ്ങൾക്ക്. ഇത് കണ്ടോ? ഇവിടെയും കുറേ പേരുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാം. പെൻഗിന് ഇത് വേസ്റ്റോട്ടയാണ് കേട്ടോ. ഒരുപാട് പേര് വന്നിട്ട് അപ്പോൾ ഇത് തിരക്കായിട്ടുണ്ട്. പൂപ്പലി എക്സ്പ്രസ് ആണ് കേട്ടോ അത്. വീലൊക്കെ നോക്കി പലകയും കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. എന്താല്ലേ ബോഗിയൊക്കെ. ഇവിടെ കുറേ ഒരാൾ അതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്, ഒരാൾ കുറച്ച് പേര് ഇവിടെ. പിള്ളേരൊക്കെ ഊഞ്ഞാല് കളിയിലാണ്. ഇവിടെ കുറേ പിള്ളേർ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് പിള്ളേർക്കുള്ളതാണ് കേട്ടോ. ആ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ പിള്ളേർ കയറി പോകുന്നത്. ഒരാൾ കയറാനുള്ള പരിപാടിയാണ്, കയറി പോകുന്നുണ്ടല്ലേ. എന്നിട്ട് അതിലെ പോയി ഊർന്ന് വരും. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാ. അവിടെ ഒരുപാട് സ്റ്റാൾ വരുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇവിടെയും കുറേ പേര് ഇരിപ്പുണ്ട് കണ്ടില്ലേ. ഇവരൊക്കെ രാവിലെ വന്നാന്ന് തോന്നുന്നു. ഗനിപ്പന്നിയാണ് കേട്ടോ അത്. ഇതിൻ്റെ ഉള്ളിൽ ഗനിപ്പന്നി ഉണ്ട്, കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഗനിപ്പന്നി. ഗനിപ്പന്നി എന്താ ഭംഗിയില്ല അവരെ കാണാൻ. പിന്നെ ഇവിടെ വെള്ള കോഴിയാണ് കേട്ടോ. പിന്നെ അപ്പുറത്ത് മുയൽ.
ഒരു ശരിക്കൊന്ന് കാണാൻ പറ്റുമോ നോക്കട്ടെ. ആ കണ്ടില്ലേ, ഈ ഭാഗത്ത് ഇത് അരയന്നം. ഇത് താറാവാണ് കേട്ടോ, താറാവ്. ഇപ്പുറത്ത് കോഴി, ഇവിടെ വെറൈറ്റി സൈസ് കോഴികളാണ് കേട്ടത്. അവിടെ നിന്ന് കുറേ പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇത് കാണാൻ വേണ്ടി. ഇതുണ്ടോ, ഭാഷ നല്ല കൂക്കാണല്ലോ. പ്രാവ്, അവിടെ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. കൊച്ചൊക്കെ ഓടിപ്പോയി കയറുന്നുണ്ടല്ലേ. ഈ പൂവിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഈ പൂവിൻ്റെ നീല, വയലറ്റ് എല്ലാ കളറും ഉണ്ട് കേട്ടോ. ആ കാറ്റത്ത് ആടി വലയുന്ന ഭംഗിയില്ലേ, എന്താ ഭംഗി. പിന്നെ ഞാനൊരു പൂവ് കാണിച്ചു തരാം. ആ പൂവിൻ്റെ പേരറിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരും. ഈ പൂവിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇതുണ്ടോ, എന്താ പൂക്കൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പൂക്കളാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പൂക്കളാണ് ഇവിടെ മൊത്തം. അപ്പോൾ വരാത്തവരെന്തായാലും ഇവിടെ വരണം, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. ഈ ഭാഗത്തോട്ട് ഫുള്ള് റോസയാ. ഇവിടെ കുറച്ച് പൂക്കൾ ഇങ്ങനെ സ്റ്റെപ്പായി വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ.